ഇത് ശരിക്കും അർജുൻ അശോകന്റെ തലവര മാറ്റും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നിനെ കുറിച്ചല്ല, തലവര എന്ന് പറയുന്ന മൂവിനെ കുറിച്ചാണ്. അഖിൽ അനിൽകുമാർ സംവിധാനം ചെയ്ത് അർജുൻ അശോകൻ നായകനായിട്ട് അഭിനയിച്ച 2025 പുറത്തിറങ്ങിയ പടമാണ് തലവര. പിന്നെ പടത്തിലെ മെയിൻ റോളുകൾ ചെയ്തിരിക്കുന്നത് അർജുൻ അശോകൻ, രേവതി ശർമ്മ, അശോകൻ, ദേവദർശിനി, ശരത് സഭ, മനോജ് മോസസ് അങ്ങനെ തുടങ്ങിയവരാണ്. പിന്നെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് അനിരുദ്ധ് അനീഷ്, എഡിറ്റഡ് ബൈ രാഹുൽ രാധാകൃഷ്ണൻ, മ്യൂസിക് ബൈ ഇലക്ട്രോണിക്കലി തുടങ്ങിയവരാണ്. ഈ പടത്തിൽ അർജുൻ അശോക് ഒരു വിറ്റ്ലിഗോ എന്ന് പറയുന്ന ഒരു അസുഖം ബാധിച്ച ഒരാളായിട്ടാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ഈ അടുത്ത് കണ്ടതിൽ വെച്ച് നല്ല കണ്ടന്റ് ക്വാളിറ്റിയും നല്ല നീറ്റായിട്ട് എടുത്തു വെച്ചിരുന്ന ഒരു പടമാണ് ഈ തലവര എന്ന് പറയുന്നത്. കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒട്ടും തന്നെ ബോറില്ലാതെ ലാഗില്ലാതെ നമുക്ക് നല്ലോണം ആസ്വദിച്ച് കാണാൻ പറ്റിയ ഒരു പടമാണ്. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈ പറയുന്ന വിറ്റ്ലിഗോ എന്ന് പറയുന്ന രോഗം ബാധിച്ച ഒരാൾ, അപ്പം ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നേരിടുന്ന, അതായത് സോഷ്യൽ ഇൻസെക്യൂരിറ്റീസ് ഉള്ള ആൾക്കാർ, അവരുടെ ഒരു മൈൻഡ് സെറ്റ്, കാര്യങ്ങൾ, അവരെന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത്, അതുപോലത്തെ കാര്യങ്ങൾ വളരെ നീറ്റായിട്ട് ഇതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മസ്റ്റ് വാച്ച് പടമാണ്. നല്ല മോട്ടിവേഷണൽ പടമാണ്. അവർ നേരിടുന്ന ഇൻസെക്യൂരിറ്റീസ് ഒക്കെ എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ എങ്ങനെ മാറ്റാമെന്നല്ല, അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള ഒരു മെസ്സേജ് ഈ പടത്തിലൂടെ തരുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ വളരെ നല്ലൊരു മൂവി ആയിട്ട് തന്നെ എനിക്ക് തോന്നി. പടത്തിന്റെ മെയിൻ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. നല്ല ലാഗില്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻഗേജ് ചെയ്താണ് പടം കൊണ്ടുപോകുന്നത്. അതായത് ക്യാരക്ടറുടെ ഒപ്പം സഞ്ചരിക്കാൻ നമുക്കും സാധിക്കുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ അർജുൻ അശോകിന്റെ പെർഫോമൻസ് ഒന്നും പറയാനില്ല, കിടിലൻ പെർഫോമൻസ് ആണ്. ആൾ അഭിനയിച്ചതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ആയിട്ടും എനിക്ക് തോന്നിയത്. മ്യൂസിക് ആണെങ്കിലും അതുപോലെ തന്നെ അഭിനയിച്ച എല്ലാവരും തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ലവ് സീൻസ് ഒക്കെ ആണെങ്കിലും ഭയങ്കര രസമായിട്ട് തോന്നി. അത് ഒരു തമിഴ് പൊണ്ണ്, അത് പല പടങ്ങളിൽ ഈ ഇടയ്ക്കിറങ്ങി നമ്മൾ പല പടങ്ങളും കോമഡി ആയിട്ട് ചെയ്ത് വെച്ചിരുന്ന സീൻസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിലെ ലവ് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്ന രീതി, അല്ലെങ്കിൽ അത് പറയുന്ന ആ ഒരു സംഭവം ഒക്കെ വളരെ നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു പടമാണ്. അത്യാവശ്യം നല്ല മസ്റ്റ് വാച്ച് മൂവി എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഇങ്ങനെ സോഷ്യൽ ഇൻസെക്യൂരിറ്റീസ് ഉള്ളവരൊക്കെ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. ഇങ്ങനത്തെ ഒരു മെഡിക്കൽ കണ്ടീഷനുള്ള ഒരാളെ സമൂഹം എങ്ങനെ നോക്കിക്കാണുന്നു, അയാൾ എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്, അയാളുടെ മാനസികാവസ്ഥ, അയാൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ മസ്റ്റായിട്ടും കാണേണ്ട ഒരു പടമാണ്. കാരണം അവർക്ക് ജീവിതത്തിൽ നല്ലൊരു മോട്ടിവേഷനാണ് ഈ പടം. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലൈമാക്സും വളരെ നല്ലൊരു മികച്ച ക്ലൈമാക്സ് ആണ്. പക്ഷേ പെട്ടെന്ന് തീർന്നു പോയ പോലെയൊക്കെ തോന്നി. അപ്പോൾ എല്ലാവരും പടം ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.